السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ്, ആയുസ് അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നല്ല ഈമാനും ഭക്തിയും ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ആവുന്നത്ര അമലുകൾ, സൽപ്രവർത്തനങ്ങൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന്, ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോകുവാനുള്ള കാരണം ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടാകുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ വിലയിരുത്തൽ. ഈമാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ്. അതിൻ്റെ മൂല്യം കണക്കാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അത് ചിലപ്പോഴെല്ലാം പരീക്ഷണത്തിന് വിധേയമാവും. അൽ ഈമാനു യതഅറദു ലിൽ മിഹ്ന. നമ്മുടെ മനസ്സ് മാറുമ്പോഴും സമീപനം മാറുമ്പോഴുമൊക്കെ ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് ഈമാനായിരിക്കും. സാമ്പത്തിക രംഗത്ത് പരീക്ഷണമുണ്ടാകും, ആരോഗ്യരംഗത്തുണ്ടാകും, മക്കളിലും ബന്ധുക്കളിലും പരീക്ഷണമുണ്ടാകും. അതിനേക്കാളൊക്കെ ഗുരുതരമായ പരീക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് അൽ ഇബ്തിലാഉ ഫിദ്ദീൻ, മതത്തിൻ്റെ കാര്യത്തിൽ, ഈമാനിൻ്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുക എന്നതാണ്. നമുക്ക് ജീവിതത്തിൽ നാം വിചാരിച്ചതും ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമെല്ലാം കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മളെല്ലാം സംതൃപ്തരായിരിക്കും. എപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയും. ഞാൻ ചോദിക്കുന്നത് കിട്ടുന്നുണ്ട്, എനിക്കെല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത് മറ്റൊരു ഘട്ടത്തിലാണ്. അതായത് ചോദിക്കുന്നത് കിട്ടുന്നില്ല, പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, പലതും കൈവിട്ടു പോകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് മറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് അള്ളാഹു എന്നോട് മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് അവനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് പിശാച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അവിടെ യഥാർത്ഥത്തിൽ ഈമാൻ പരീക്ഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ അഭാവം നമുക്കില്ല. അപ്പോഴും നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈമാനുണ്ടാകും. പക്ഷെ നമുക്ക് തെറ്റായ ഒരു ധാരണ വന്നു. ഈമാനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ശരിയാക്കാം, ഞാൻ ചോദിക്കുന്നതൊക്കെ അപ്പോൾ കിട്ടും എന്ന് നമ്മൾ എങ്ങനെയോ ധരിച്ചു വെച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ നിശ്ചയം മറ്റൊന്നാണ്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും എടുത്തു തരിക എന്നത് അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണെങ്കിലും
അത്തരം ഒരു ഇറാദത്ത്, ഒരു മഷീഅത്ത്, തീരുമാനം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അവന് ഓരോന്നിനും ഒരു ഖദർ, ഒരു നിശ്ചയം, ഒരു സമയം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുകയും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്നത് ഈമാനിനെ ബലപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു മാനദണ്ഡമാവാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മറിച്ച് എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഭാഗമാണ് ഖുർആൻ ഊന്നൽ കൊടുക്കുന്നത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹുവിന് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ട്. പടച്ചവനാവട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. എല്ലാം കൊണ്ടും പര്യാപ്തനാണ് അവൻ. നിങ്ങളാവട്ടെ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചു കൊണ്ട് കഴിയേണ്ടവരുമാകുന്നു. ഇവിടെയാകുന്നു മനസ്സിൽ ഈമാനും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യവും നന്നായിട്ട് ശക്തിപ്പെടുത്തേണ്ടത്. എല്ലാ സന്ദർഭത്തിലും എനിക്ക് അള്ളാഹു വേണം, തുണയും ഇണയുമായിട്ട്, ആശ്രയമായിട്ട്, അത്താണിയായിട്ട് അള്ളാഹു മാത്രമേയുള്ളൂ. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഈമാനിൻ പരീക്ഷിക്കപ്പെടാതെ എല്ലാ പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. ആ ഒരു ഈമാനിക ബന്ധം അള്ളാഹുവും നമ്മളുടെ കൽബും അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധം വളരെ ലൈവായിട്ട് ഊഷ്മളമായി നിലനിർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ മിക്കപ്പോഴുമുള്ള ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. സുദീർഘമായ ഒരു പ്രാർത്ഥനയാണത്. 2-3 കാര്യങ്ങളാണ് ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടാതെ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നിർദ്ദേശിച്ച് നൽകുന്നത്. ഒന്ന്, നമ്മുടെ മനസ്സിന് ആവശ്യമായ തഖ്വ അത് നമുക്കുണ്ടാക്കാൻ സാധിക്കണം. എന്നാൽ ആത്യന്തികമായി അത് നൽകേണ്ടത് അള്ളാഹുവാണ്. ആ കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ മനസ്സിന് യഥാസമയം ആവശ്യമായ ഭക്തി നീ നൽകണമേ എന്നത്. മനസ്സിന് ആവശ്യമായ ഭക്തി ഉണ്ടെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യമുണ്ടാവുകയില്ല. ഏറ്റവും വേഗത്തിലും ഏറ്റവും സങ്കീർണമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മുടെയൊക്കെ മനസ്സ്. മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ യന്ത്രങ്ങളെക്കാളും മെഷീനറിയേക്കാളും വേഗതയാണ് മനസ്സിനുള്ളത്. അത് ഒരു നല്ല വശമാണ്. പക്ഷെ അതിന് മറുഭാഗവുമുണ്ട്. അത്രയും വേഗത്തിലും സങ്കീർണമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഈ മനസ്സ് പെട്ടെന്ന് അപകടത്തിൽപ്പെടും, വ്യതിചലിച്ചു പോകും. അങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ പിന്നെ കരകയറാൻ കുറേ സമയവും അധ്വാനവും വേണ്ടിവരും. ഒരു 100-150 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം നാം സങ്കല്പിക്കുക. ചെറിയ ഒരു അശ്രദ്ധയുണ്ടായാൽ അത് മറിഞ്ഞ് തകിടം മറിയും. അതേസമയം ഒരു 20-30 വേഗത്തിൽ പോകുന്ന വാഹനമാണെങ്കിലോ അതിന് ഇതൊക്കെ ഉണ്ടായാലും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. അതുതന്നെയാണ് മനസ്സിൻ്റെ പ്രത്യേകതയായിട്ട് അള്ളാഹു പറയുന്നത്. അതിവേഗത്തിലും സങ്കീർണവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാതിരിക്കാൻ ഒരു ഭാരം വെച്ച് കൊടുക്കണം. അതാകുന്നു ഈമാൻ. പേപ്പറുകളൊക്കെ മേശപ്പുറത്ത് വെക്കുമ്പോൾ പാറിപ്പോവാതിരിക്കാൻ ചെറിയൊരു ഭാരം വെക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാരമാണ് ഈമാൻ. അത് മനസ്സിന് ഭാരമാവുകയില്ല. എന്നെക്കൊണ്ട് എടുക്കാൻ വയ്യ എന്ന് മനസ്സ് പറയുകയില്ല. ആ ഭാരമുണ്ടെങ്കിൽ മനസ്സ് പറന്നു പോവുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി അപകടം ഉണ്ടാവുകയുമില്ല. ആ ഒരു ഗ്യാരണ്ടിയാണ്
തഖ്വയിലൂടെ, ഈമാനിലൂടെ അള്ളാഹുവിനോട് നാം ചോദിച്ചു വാങ്ങുന്നത് എന്നർത്ഥം. അതിൻ്റെ അനുബന്ധം തന്നെയാണ് തസ്കിയത്ത്. വസക്കിഹ. തഖ്വ ഉണ്ടായാൽ പോരാ, മനസ്സിന് എല്ലാ അർത്ഥത്തിലും തസ്കിയത്ത്, വിശുദ്ധമാവണം. അൽ ഖൽബ് യകൂൻ താഹിർ, മുതഹിർ, സഫീ, നഖി, എല്ലാ രൂപത്തിലും മനസ്സ് വൃത്തിയാവണം. അതും അള്ളാഹുവിൻ്റെ നിയമത്തിലൂടെ മാത്രമേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2 ഉത്തരവാദിത്വം അള്ളാഹു ആകുന്നു ഗ്യാരണ്ടി നൽകുന്നത്. അൻത വലിയുഹ, അള്ളാഹു നമ്മുടെ വലിയാണ്, നമ്മുടെ മൗലയുമാണ്. വലിയ എന്ന് പറഞ്ഞാൽ ആവശ്യമായ റിയായത്ത്, കരുതൽ നൽകി, കരുണ നൽകി സംരക്ഷിക്കുന്ന ആൾ. മൗല എന്ന് പറഞ്ഞപ്പോൾ അല്പം ആധിപത്യവും നിയന്ത്രണവും കൈവശമുള്ള വ്യക്തി. രണ്ടും അള്ളാഹു തന്നെയാണ്. നമുക്ക് എല്ലാ സന്ദർഭത്തിലും ആശ്രയമായിട്ട്, കരുതലായിട്ട് നിൽക്കുവാൻ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും നിയന്ത്രിക്കുവാനും അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു നല്ല ബോധ്യം അള്ളാഹുവിനെ പറ്റി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കെട്ടുപോവാതെ, അണഞ്ഞു പോവാതെ നമ്മൾ പറഞ്ഞ ഈമാനായിട്ട് നിലനിൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിൻ്റെ അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ തുടങ്ങിയുള്ള വാക്കുകൾ. ഉപകരിക്കാത്ത അറിവുകൾ, ധാരാളം അറിവുകൾ നമുക്കുണ്ട്. എപ്പോഴാണ് അറിവ് നമുക്ക് ഒരു നേട്ടമായിട്ട്, അസറ്റായിട്ട് മാറുന്നത്? അത് ഉപകരിക്കുമ്പോൾ. അറിവ് ഉപകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ഒരു മാനദണ്ഡം മാത്രമാണ് ഉള്ളത്. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാം, ഒക്കെയാവാം. പക്ഷേ അതനുസരിച്ച് കൊണ്ട് നാം ജീവിക്കുന്നുണ്ടോ? ഈ അറിവ് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? അതാകുന്നു അറിവിൻ്റെ മികവ്. അവിടെയാകുന്നു നാം നേടുന്ന അറിവിന് പൊൻതിളക്കമുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൽബിൽ, മനസ്സിൽ ഖുശൂഅ് അല്ലെങ്കിൽ ഖശിയത്ത്, ഭക്തി ഇല്ലെങ്കിൽ അതും അപകടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറുഭാഗം തന്നെയാണത്. തഖ്വയില്ലാത്ത പക്ഷം, തസ്കിയത്തില്ലാത്ത പക്ഷം നമ്മുടെ കൽബിൽ ഈ പറഞ്ഞ അള്ളാഹുവിനെ പറ്റിയുള്ള ഭക്തി ഉണ്ടാവുകയില്ല. ആ ഭക്തി എവിടെയെങ്കിലുമായിട്ട് ചോർന്നു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. പിന്നീട് വമിൻ നഫ്സിൻ ലാ തശ്ബഅ, മതിവരാത്ത മനസ്സ്, മതിവരാത്ത, എത്ര ലഭിച്ചാലും എത്ര കഴിച്ചാലും മതിവരാത്ത മനസ്സ്, അതും ചില ആളുകളുടെ പ്രകൃതമാണ്. എത്ര ലഭിച്ചാലും എനിക്കിത് മതി എന്ന് പറയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആരാണ്? അത് ഈമാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈമാനിൻ്റെ അഭാവത്തിൽ മനസ്സ് വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മതിയാവാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും ദുരാഗ്രഹമായിട്ട് മനസ്സ് മുന്നേറിക്കൊണ്ടിരിക്കും. അത്തരം ഒരവസ്ഥയും വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് റസൂലുള്ള അറിയിക്കുന്നത്. 4-ാമത്തതാണ് പ്രധാനം, വദഅവത്തിൻ ലാ തുസ്തജാബ്, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകൾ. ഒരുപാട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ആരോഗ്യം തുടങ്ങിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചൊല്ലിപ്പറയുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്നുണ്ട്? ഇല അയ്യി മദ യുജീബുല്ലാഹു ദഅവതന, അതാണ് ചോദിക്കുവാനും പഠിക്കുവാനുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ പരിധിക്കകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വിളി പടച്ചോൻ കേൾക്കുള്ളൂ.
നമ്മൾ ചിലപ്പോഴൊക്കെ മൊബൈലിൽ ഫോണിൽ ആളെ വിളിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരു മറുപടി കേൾക്കാറുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ആൾ പരിധിക്ക് പുറത്താണ്. ആ ഒരവസ്ഥ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുമുണ്ട്. അള്ളാഹു വരച്ചു വച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്ക് അകത്താണെങ്കിൽ മാത്രമേ നമ്മളുടെ വിളി പടച്ചവൻ കേൾക്കുള്ളൂ. പലപ്പോഴും എന്നെ കേട്ടില്ലല്ലോ, എന്നെ അവഗണിച്ചോ എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നത് മാത്രമാണ്. അതുകൊണ്ട് പരിധിക്കകത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് സംസാരിക്കുക. അവൻ്റെ പരിധിക്ക് പുറത്തു പോയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അപ്പം പ്രാർത്ഥന സ്വീകരിക്കലാണ് എല്ലാം കൊണ്ടും വേണ്ടത്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിൻ്റെയും അഭാവമില്ല, ദാരിദ്ര്യമില്ല. അത് സ്വീകരിക്കാനാവട്ടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം അള്ളാഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ കാര്യങ്ങൾ പാലിക്കൽ തന്നെയാണ്. അതുകൊണ്ട് ഈമാൻ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വളരെ സജീവമായി അല്പം പോലും കുറഞ്ഞു പോവാതെ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. അതായത് നമ്മളുടെ ബാപ്പയും ഉമ്മയും കൂട്ടുകുടുംബങ്ങളൊക്കെ മുസ്ലിങ്ങളും ഇസ്ലാമിലും ആയതുകൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ പോലും അതിൻ്റെ മഹത്വം കുറവില്ല. അതിൻ്റെ തെളിവും വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിട്ടാണ് നമ്മൾ പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല. ഏത് രാത്രിയിലും ഏത് ഇരുട്ടിലും അവനെ വിളിച്ചാലും പരിധിക്കകത്താണെങ്കിൽ അവൻ നമ്മളുടെ പ്രാർത്ഥന കേട്ടിരിക്കും. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഈമാനിൻ്റെ ഈ ശക്തിയും തിളക്കവും നിലനിർത്താൻ ആവശ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശം അൽ ഇക്സാറു മിനസ് സ്വാലിഹാത്ത് വ തജന്നുബ് അൽ മുൻകറാത്ത്. നന്മ വർദ്ധിപ്പിക്കുക, തിന്മകളെല്ലാം ജീവിതത്തിൽ നിന്ന് പിഴുതെറിയുക. നമ്മളെ ഈമാൻ ആദ്യം പറഞ്ഞ പോലെ പരീക്ഷിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണത്. തിന്മകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, തിന്മകളിലേക്ക് നാം എങ്ങനെയോ അടുക്കുമ്പോൾ നമ്മളുടെ സമീപനം എന്തായിരിക്കും? മാതാ മൗഖിഫുന അമാമൽ മുൻകറാത്ത്. അത് തിരിച്ചറിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറുഭാഗത്ത് ഹസനാത്ത്, പുണ്യങ്ങൾ, അൽ അഅമാലു സ്വാലിഹാത്ത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉന്മേഷം പകരുന്നത്, ഊർജം നൽകുന്നത്. ആയുസ്സിൻ്റെയും ദൈർഘ്യമായിട്ട് റസൂലുള്ളാഹ് കാണുന്നതും അതുതന്നെയാണ്. നമ്മൾ സാധാരണ വയസ്സെത്രയായി എന്ന് ചോദിച്ചാൽ ഒരു സംഖ്യ പറയും. 50, 60, 80 നമ്മൾ പറയും. പക്ഷേ റസൂലുള്ളാഹ് പറയുന്നത് സംഖ്യകൾ കൊണ്ട് നിർണയിക്കുന്നതല്ല നമ്മളുടെ ആയുസ് എന്നാണ്. അത് ഭൗതികമായ ഒരു മാനദണ്ഡം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ, നമ്മുടെയൊക്കെ ആയുർദൈർഘ്യം വിലയിരുത്തുന്നത് ഈ പറഞ്ഞ അൽ അഅമാലു സ്വാലിഹാത്ത് അൽ ഹസനാത്ത് ഹിയല്ലത്തി തുഹദ്ദിദു അൽ ഉംറ. അദ്ദേഹം പറഞ്ഞു വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. പുണ്യം മാത്രമാണ് ഒരാളുടെ ആയുസ്സിന് ദൈർഘ്യം നൽകുന്നത്. പുണ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരാൾ കഴിയുന്നത് എങ്കിൽ 10 കൊല്ലമേ ജീവിച്ചുള്ളൂ എങ്കിലും ആ 10 അതിൻ്റെ 10 മടങ്ങായിട്ട്, അതിൻ്റെയും 10 മടങ്ങായിട്ട് പടച്ചവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതേസമയം സംഖ്യകൾ കൊണ്ട് മാത്രം എണ്ണുന്ന വയസ്സാണെങ്കിൽ, പുണ്യമില്ലെങ്കിൽ, സൽപ്രവർത്തനമില്ലെങ്കിൽ, ഈമാനില്ലെങ്കിൽ ആ വയസ്സും ആയുസ്സും എത്ര ദൈർഘ്യമാണെങ്കിലും ശുഷ്കമായിരിക്കും, വരണ്ടതായിരിക്കും. അള്ളാഹുവിൻ്റെ പക്കൽ അതിന്
ഒരു വിലയും നിലയും ഉണ്ടാവുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തിന്മകളോടുള്ള, മുൻകറാത്തുകളോടുള്ള സമീപനം അതിനേക്കാളും ഗൗരവമായിട്ടാണ് ദീനുൽ ഇസ്ലാം നമ്മെ അറിയിക്കുന്നത്. ഏത് തരം തിന്മകളും പെട്ടെന്ന് സമൂഹത്തിൽ വ്യാപിക്കും. പിന്നെ അതിന് തിരിച്ചു വരാനോ അതിനെ അവസാനിപ്പിക്കുവാനോ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരികയും ചെയ്യും. സാധാരണ നമ്മൾ പറയാറുണ്ട്, രോഗമാണ് പകരുക എന്ന്, ആരോഗ്യം പകരുകയില്ല. അത് തിന്മയുടെയും നന്മയുടെയും വിഷയത്തിൽ ശരിയായ ഒരു പരാമർശമാണ്. നമുക്ക് ഒരുപാട് പുണ്യങ്ങളുണ്ട് എന്നതുകൊണ്ട് അതിനെ ഒരുപക്ഷെ ആരും അനുകരിക്കണമെന്നില്ല, അത് മാതൃകയാക്കണമെന്നില്ല. പക്ഷേ ഒരു തിന്മ ഒരാൾ എപ്പോഴെങ്കിലും ചെയ്താൽ അതിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൊടി പിടിച്ച് അംഗീകരിച്ച് പ്രചരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടാകും. ഇപ്പം ഈ ലഹരിയുടെ വിഷയത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതാകുന്നു. ഇന്ന് യാദൃശ്ചികമായിട്ട് 26 ആഗോളതലത്തിൽ തന്നെ ലഹരി വിരുദ്ധ ദിനമായിട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അൽ-യൗം 26 അൽ-യൗമുൽ ആലമി ലി മുകാഫഹത്തിൽ മുഖദ്ദറാത്ത്. അപ്പം എന്തുകൊണ്ട് ലഹരി ഉൾപ്പെടെയുള്ള തിന്മകളിലേക്ക് ആളുകൾ പോകുന്നു? പ്രത്യേകിച്ച് യുവസമൂഹം പോകുന്നു. നമ്മളുടെ സാംസ്കാരിക തലങ്ങളും തൊഴിൽ ഇടങ്ങളും ക്യാമ്പസുകളുമൊക്കെ അതിൻ്റെ മുഖ്യ വിനിമയ കേന്ദ്രങ്ങളാകുന്നു എന്നത് വളരെ ഗൗരവപൂർവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴ് അൽഹംദുലില്ലാ അതിനനുകൂലമായ ഒരു ക്യാമ്പയിൻ ആ രംഗത്ത് കൂടുതൽ മുന്നേറുവാൻ സർക്കാർ തന്നെ രംഗത്ത് വന്നതുകൊണ്ട് ജനങ്ങളായ നമുക്ക്, നാട്ടുകാരെ നമുക്ക് ഒന്നുകൂടി അതിനെ പിന്താങ്ങേണ്ടതുമുണ്ട്. നന്മക്ക് അനുകൂലമായിട്ട് തിന്മയുടെ വേരറുത്ത് കളയാൻ ഉണ്ടാവുന്ന എല്ലാ ശ്രമങ്ങളിലും ഒരു മുസ്ലിം എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പങ്കെടുക്കാനും നമ്മുടേതായ ഒരു റോൾ, ഒരു ബാധ്യത നിർവഹിക്കുവാനും കൂടി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് സഹായകമാകുകയും വേണം. മുഖ്യമായിട്ടും ഈ രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു നിർദ്ദേശം, ലഹരി പദാർത്ഥങ്ങളാവട്ടെ, മറ്റു മുൻകറാത്തുകളാവട്ടെ, നിഷിദ്ധങ്ങളാവട്ടെ, എല്ലാത്തിലും ഒരു വീട്ടിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന തെർബിയത്തിൻ്റെ സ്വാധീനം എത്രയുണ്ട് എന്നതാണ്. തെർബിയത്താണ് പ്രധാനം. അഖീദയുണ്ട്, ആദർശം, അൽ ഇബാദാത്ത് അതും പ്രധാനമാണ്. അത് രണ്ടും കഴിഞ്ഞാൽ ഈമാനിൻ്റെ സാഹചര്യവും സന്ദർഭവും മെരുക്കിയെടുക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ചുറ്റുപാടും സാഹചര്യവും ഒരുക്കുന്ന തെർബിയത്താണ്. ആ തെർബിയത്ത് പണ്ട് ഉള്ളതിനേക്കാളേറെ വളരെ വളരെ ശോഷിച്ചു പോയി, ശുഷ്കിച്ചു പോയി എന്ന് നമ്മളൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമികമായ തെർബിയത്തും ഈമാനികമായ മേൽനോട്ടവും, നമ്മൾ ആദ്യം പറഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ പരിചരണവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ മുൻകറാത്തുകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന് നമ്മെ സ്വയം രക്ഷപ്പെടുത്താനുള്ള മാർഗം. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ഈമാനിന് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഏത് തരം തിന്മകൾക്കെതിരെയും നമുക്ക് ധൈര്യമായിട്ട് പോരാടാൻ കഴിയണം. ആ വഴിക്ക് ഈ പറഞ്ഞ തെർബിയത്തിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെയും മറ്റു മുതിർന്നവരെയും സമൂഹത്തിലുള്ള എല്ലാവരെയും ആ വഴിക്ക് നയിക്കാനും സാധിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യവും കൂടി കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, അവ്വിദൂഹും അൽ ഖൈറ ഫഇന്നൽ ഖൈറ ആദത്ത്. എങ്ങനെയാണ് തെർബിയത്തിലൂടെ കുട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തെ നന്നാക്കുക എന്നുള്ളതിൻ്റെ രീതി ശാസ്ത്രമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നിങ്ങൾ അവർക്ക്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, ഖൈറ് പഠിപ്പിക്കുക എന്നല്ല, അവ്വിദൂഹും പരിശീലിപ്പിക്കുക, ആദത്താക്കുക. അൽ ഖൈറു വൽ ഹസനാത്തു യംബഗി അൻ തകൂന ആദ യൗമിയ. എല്ലാ സന്ദർഭത്തിലും എന്താകുന്നു തൻ്റെ ഹാബിറ്റ്, ശീലം എന്ന് ചോദിച്ചാൽ
അതിന് ഒരു ഉത്തരം മാത്രമേ പാടുള്ളൂ: ഖൈർ, നന്മ, പുണ്യം, ഈമാൻ, ഭക്തി. എന്താകുന്നു കാരണം? ലി അന്നൽ ഖൈറ ആദത്തുൻ. എല്ലാ നന്മകളും ആദത്തിലൂടെ മാത്രമേ, ശീലങ്ങളിലൂടെ മാത്രമേ വരികയുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ, എല്ലാ നന്മകളും ശീലമായിരിക്കണം, എല്ലാ ശീലങ്ങളും നന്മയുമായിരിക്കണം. എങ്കിൽ എല്ലാ തരത്തിലുള്ള നിഷേധങ്ങളെയും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈമാനും അമലുസ്വാലിഹും പരിക്കേൽക്കാതെ സംരക്ഷിക്കുവാനും സാധിക്കും. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത ഈമാനുമായി ജീവിക്കുവാനും എല്ലാത്തിനും അള്ളാഹുവിനെ ആശ്രയമായിക്കൊണ്ട് അവനോട് കൂടുതലായി അടുക്കുവാനും പടച്ചവനെ നീ ഞങ്ങളെയെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. നമ്മുടെ കഴിഞ്ഞുപോയ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസുഖമായി കഴിയുന്ന ധാരാളം പേരുണ്ട്. അവർക്കെല്ലാം അള്ളാഹുവെ നീ ശിഫ നൽകി ആവശ്യമായ ചികിത്സ നൽകി, ഫലപ്രദമായ ചികിത്സ നൽകി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി അള്ളാഹുവെ നീ അനുഗ്രഹിക്കുമേണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. اللهم أصلح لنا شبابنا وأولادنا يا رب العالمين وجنبهم وإيانا منكرات الأعمال والأخلاق والعادات يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.